ഓക്കെ, ഗ്രാമർ വേണ്ടെന്നല്ല പറയുന്നത്, ഗ്രാമർ വേണം. പക്ഷെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഗ്രാമറൊന്നും ഇല്ലാതെ പൊട്ട തെറ്റാണെങ്കിലും നിങ്ങൾ സംസാരിക്കുക, കൂടുതൽ സംസാരിക്കുക. അങ്ങനെ കൂടുതൽ സംസാരിച്ച് വരുമ്പോൾ സംസാരിക്കാനുള്ള ഒരു ഒഴുക്ക് കിട്ടും. ഒഴുക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ പിന്നീട് തിരുത്തിയാൽ മതി. ആദ്യമേ ഗ്രാമർ മുഴുവൻ പഠിച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങാമെന്ന് കരുതി കാത്തിരുന്നാൽ ആ കാത്തിരിപ്പ് മാത്രം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ വരിക. അത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിന് നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ വിളിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്കും രാത്രിയെല്ലാം അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ വന്നിട്ട് മുഴുവൻ നേരം കേൾക്കണമെന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ വന്നിട്ട് കേൾക്കുക, മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുക. കേട്ടിരുന്നാൽ മാത്രം പോരാ, അതിൽ ചാടിക്കയറി സംസാരിക്കണം. ഈ ചാടിക്കയറി സംസാരിക്കാനാണ് ഒരു മാജിക് വേർഡ് ഉണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്, പക്ഷെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ മടിയാണ്. ആ വാക്ക് ഇത്രയേ ഉള്ളൂ, എക്സ്ക്യൂസ് മീ എന്ന് പറയുക. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അപ്പം നിർത്തും, സംഭാഷണം നിർത്തും. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. മറ്റുള്ളവർ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ സേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പറയുക. അങ്ങനെ പറയണം. അല്ലാതെ ഈ ഗ്രൂപ്പിൽ വന്നാലും കേട്ടിരുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുപോലെ ഈ ഗ്രാമർ പഠിച്ച് സമയം കളഞ്ഞിട്ടും കാര്യമില്ല. ഗ്രാമർ നിങ്ങൾ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് എന്താണ് പറ്റിയതെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ഭാഗം മാത്രം പഠിച്ച് ക്ലിയർ ആക്കി എടുത്താൽ മതി. അങ്ങനെ കുറേശ്ശെ ക്ലിയർ ആക്കി എടുത്താൽ മതി. അല്ലാതെ ടോട്ടൽ ഗ്രാമർ നിങ്ങൾ പഠിച്ചിട്ട് വല്ല പ്രയോജനമുണ്ട്? ഞാൻ നിങ്ങൾ ഗ്രാമർ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതാണ് അതാണ് പ്രശ്നം. ഇംഗ്ലീഷിന്റെ ബേസ് എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷിന്റെ ബേസ് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് പറയുന്നുണ്ട്. ചിലര് പറയുന്നു 9 എണ്ണം ഉണ്ടെന്നും പറയുന്നുണ്ട്. അവിടെ തന്നെ തർക്കമുണ്ട്. ഈ ഇംഗ്ലീഷിലെ എക്സ്പേർട്സ് ചിലര് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് പറയുമ്പോൾ ചിലര് മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ 9 എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് 8 ആണോ 9 ആണോ എന്നൊക്കെ നോക്കി പഠിച്ചുകൊണ്ടിരുന്നാല് ആ ഇരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങുക, മനസ്സിലായോ? ഇപ്പൊ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് വല്ല പ്രയോജനം കിട്ടുമോ? അതിന് പകരം ഒരു 5 മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചോ. അവിടെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. Okay, so you said you have studied grammar. How did you study your grammar? What was your method to study grammar? Please explain this to me in English. Anyway, I say I can tell sir. Then അപ്പൊ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എന്നോട് ഇപ്പൊ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകും കേട്ടോ. തെറ്റിക്കോട്ടെ, ഒട്ടും പേടിക്കരുത്. തെറ്റിയാല് ഞാൻ അവിടെ ആ തെറ്റുന്ന ഭാഗം ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അപ്പൊ തെറ്റണമല്ലോ. തെറ്റിപ്പോയാലല്ലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞോളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, യു ടെൽ മീ, ഹൗ ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ? What was your method for studying English grammar? Again, next question, from where did you study English grammar? Please explain. I daily when I joined that school before, at time എനിക്ക് ഇംഗ്ലീഷ് തന്നെ പറയാം. When I joined that school before, I had an interview. Okay. I had interview. Then ആ ഇന്റർവ്യൂ പങ്കെടുത്തപ്പോഴാണെന്ന് പറഞ്ഞ എങ്ങനെയാ, when I joined interview. അല്ല, ഒരേ സെന്റൻസ് തന്നെ പല രീതി പറയാം. ഇപ്പൊ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോഴാണെന്ന് പറയുമ്പോൾ at that time when I participated in the interview ഒരു രീതി, അല്ലെങ്കിൽ ഇനി വേറൊരു രീതി പറയാം, when I faced that interview, അങ്ങനെ പറഞ്ഞാലും മതി. ഞാൻ ഫേസ് ചെയ്തപ്പോൾ when I faced that interview, അതിന് ബാക്കി കാര്യം നിങ്ങൾ കണക്ട് ചെയ്ത് പറയുക. പറഞ്ഞോളൂ. faced that interview, where I understood, I didn't speak English. എനിക്ക് അറിയില്ലായിരുന്നുള്ള അർത്ഥമാണ്. അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറഞ്ഞോളണം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇത് കറക്റ്റ് ആയിട്ട് പറയാനുള്ള കഴിവ് കിട്ടിക്കോളും.
ആദ്യമേ തന്നെ തെറ്റാണെങ്കിലും പറയുക. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് പറയാനുള്ള കഴിവ് നിങ്ങൾക്ക് വരും ഓട്ടോമാറ്റിക്കായിട്ട്. ഇല്ലാതെ ഈ യൂട്യൂബ് വീഡിയോ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നാൽ ഈ പറയാനുള്ള കഴിവ് വരില്ല. അതെ സാറേ, എനിക്ക് ഒരാളില്ലാതെ വർത്താനം പറയാൻ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ നമ്മളോട് സംസാരിക്കുമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഒരാളല്ലല്ല, ഞാനൊരു 1000 ആളെ തരാലോ. 1000 ആള് നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ. 1000 അല്ല, ഒരു 6000 ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പിൽ, എല്ലാ ഗ്രൂപ്പിലും കൂടെ. 24 മണിക്കൂറും ആളെ കിട്ടും അതിൽ സംസാരിക്കാൻ. ചില ആൾക്കാർ വെളുപ്പിന് 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. 5 മണിക്കാകുമ്പോൾ അവരുടെ വീട്ടിൽ സൈലന്റ് ആയിരിക്കും, വേറെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ല, കുട്ടികളൊക്കെ നല്ല ഉറക്കമായിരിക്കും. അപ്പൊ 5 മണിക്കും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, രാത്രി 11 മണിക്ക് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. പകൽ സമയത്ത് നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫ്രീ കിട്ടുമെങ്കിൽ അപ്പം സംസാരിക്കാമല്ലോ. ചില ആൾക്കാർ ഓഫീസിൽ ജോലി എടുക്കുന്ന ആൾക്കാർ ഉച്ചക്ക് ഇന്റർവെല്ലിന് ഊണ് കഴിഞ്ഞാൽ ഉടനെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറച്ചു നേരം, ഒരു 10 മിനിറ്റ്. ഇതിനൊരു ഹാർഡ് വർക്ക് വേണം, അതെനിക്കറിയാം. ഇതിനൊരു ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ല, ഇവിടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ആകെ ചെയ്യേണ്ടത് സംസാരിക്കുക എന്നുള്ള വർക്ക് മാത്രമല്ലേ പറയുന്നുള്ളൂ, അല്ലാതെ മണ്ണ് ചുമക്കാനൊന്നും പറയുന്നില്ലല്ലോ. കെട്ടിടം പണിക്ക് പോകുന്ന പോലത്തെ ഹാർഡ് വർക്ക് ഒന്നും ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ കുറച്ച് ദിവസം സംസാരിച്ചാൽ മതി. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, ആവർത്തിച്ച് പറയുന്ന കാര്യം, ആകെ ഒരേ ഒരു എക്സർസൈസ് നിങ്ങൾ ചെയ്താൽ മതി, അത് സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിക്കുമ്പോൾ ഈ ഗ്രാമറും കിട്ടും, വൊക്കാബുലറിയും കിട്ടും, നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കാനുള്ള കഴിവും കിട്ടും. പിന്നെന്താ വേണ്ടത്? കോൺഫിഡൻസ് വേണോ? കോൺഫിഡൻസ് കിട്ടും, ഫ്ലുവൻസി കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് ആകെ ഒരേ ഒരു എക്സർസൈസ്, നിങ്ങൾ ഉച്ചയ്ക്ക് ഇന്റർവെല് ഊണ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഊണ് കഴിഞ്ഞിട്ട് എങ്ങോടെങ്കിലും ഒന്ന് മാറിയിരുന്ന ഒരാളെ വിളിക്കുക, ഈ ഗ്രൂപ്പിലത്തെ 5 മിനിറ്റ് സംസാരിക്കുക. അതുപോലെ വൈകുന്നേരം വീട്ടിലെത്തി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് സംസാരിക്കുക. അതുപോലെ രാത്രി ആയാലും. പിന്നെ രാത്രി ചില ആൾക്കാർ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പാട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ആ പാട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക കുറച്ചു നേരം, എന്നിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിക്കുക. അതെ, അങ്ങനെ ഞാൻ എന്തായാലും പഠിച്ച് എനിക്ക് പഠിച്ചേ പറ്റൂ നമ്മൾ പറയില്ലേ, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അതെ, ഞാൻ നേരത്തെ ആദ്യമേ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു സെന്റൻസ് തന്നെ അനേകം രീതിയിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സെന്റൻസ് മലയാളത്തിൽ പറഞ്ഞേ കേക്കട്ടെ. എനിക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. അത് ഞാൻ 2-3 കാര്യത്തിൽ പറഞ്ഞു തരാം. ഐ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്, അതൊരു സെന്റൻസ്. ഐ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി വേറൊരു സെന്റൻസ് ഞാൻ പറയാം. അറ്റ് എനി കോസ്റ്റ് ഐ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അറ്റ് എനി കോസ്റ്റ്, ഞാൻ പറഞ്ഞുതരാം, മുഴുവനും കേട്ടോളൂ. അറ്റ് എനി കോസ്റ്റ് ഐ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. എന്ത് വില കൊടുത്തിട്ടാ, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എന്ന് പറയാനാണ് അറ്റ് എനി കോസ്റ്റ്. അറ്റ് എനി കോസ്റ്റ് ഐ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ട്. ഇനി വേറൊരു രീതിയിൽ പറയാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എനിക്ക് വളരെ പ്രധാനമാണ്. ഇറ്റ് ഈസ് വെരി, ഇത് ഞാൻ എന്റേതായ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റേതായ രീതിയിൽ നിങ്ങൾ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ 2-3 രീതികൾ ഇപ്പൊ പറഞ്ഞു കേൾപ്പിക്കാം. ഓക്കെ, ഞാൻ ആദ്യത്തെ പറയാം. ഐ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയാൻ ഐ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചേ തീരൂ എന്ന് പറയാനാണത്. ഐ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. അതെ, എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതിയെടുത്തോളൂ. ഐ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചേ തീരൂ. രണ്ടാമത് പറഞ്ഞത് പറയട്ടെ. എഴുതാൻ സമയം കിട്ടിയോ? അടുത്തത് പറയട്ടെ. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ത് വില കൊടുത്തും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും.
ഇംഗ്ലീഷ് പഠിച്ചു. ഓക്കെ. ഇനി 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 സ്റ്റഡി എന്നുള്ള വാക്ക് ഞാനൊന്ന് മാറ്റുകയാണ്. ലേൺ എന്ന് പറയുന്നു. ലേൺ എന്നും സ്റ്റഡിയും എന്നുള്ള വാക്ക് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ. ഇനി ഞാൻ ലേൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് പറയാം. ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ് because it is very important for me. Because It is very important for me. very important for me. ഓക്കെ. ഈ സെന്റൻസ് തന്നെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ ഇപ്പൊ എഴുതിയ സെന്റൻസ് ഒന്ന് വായിച്ചേ. I have to learn English because it is very important for me. അവിടെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഇറ്റ് ഈസ് എ മസ്റ്റ് ഫോർ മീ അങ്ങനെ ആക്കാം. മസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് എന്ന് പറയാനാണ്. ഇറ്റ് ഈസ് എ മസ്റ്റ് ഫോർ മീ. It is a must ഫോർ മീ. ഇപ്പൊ ഞാനൊരു 4 തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ 4 തരവും കാണാതെ പഠിച്ച് സമയം കളയണമെന്നില്ല. ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, എന്നിട്ട് അത് പറഞ്ഞാലും മതിയാവും. കുറെ കഴിയുമ്പോൾ ഇങ്ങനെ 4ഓ 5ഓ തരത്തിൽ പറയാനുള്ള കഴിവ് വന്നോളൂ. അത് വെറുതെ അല്ല വരുന്നത്. വരണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇതുപോലെ പല തരത്തിലുള്ള സെന്റൻസുകൾ അവർ പറയണത് കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ അതില് ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കണമെങ്കിൽ അതിൽ നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ വിചാരം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ്. പലരും ഇവിടെ വരുമ്പോൾ പറയാം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയും. പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോൾ അവർക്ക് നല്ലപോലെ അറിയാവുന്ന ആൾക്കാരാണ്. അവർക്കുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നല്ല അറിവുണ്ട് ഇംഗ്ലീഷിനെ കുറിച്ച്. ഗ്രാമറും അറിയാം, പിന്നെ വൊക്കാബുലറി അറിയാം. പക്ഷെ അവര് ഇത്രയും കാലം ഉപയോഗിക്കാതിരുന്നു. അതുകൊണ്ട് അത് പുറത്തേക്ക് വരുന്നില്ല, മനസ്സിലിരിക്കുകയാണത്. അതാണ് കുഴപ്പം. ഈ മനസ്സിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന അറിവ് പുറത്തേക്ക് വരണോ, നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിക്കാതെ വെറുതെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് 7,000 രൂപയും 15,000 രൂപയും കൊടുത്ത ആൾക്കാരുണ്ട്. കൊടുത്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യൂല, സംസാരിക്കൂല. എന്നിട്ട് അവരുടെ 7,000 രൂപ പോയി, 15,000 രൂപ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം പൈസ കൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്താലൊന്നും ഇംഗ്ലീഷ് കിട്ടൂല. നമുക്ക് ഇംഗ്ലീഷ് കിട്ടണമെങ്കിൽ ഞാൻ എന്നും ആവർത്തിച്ച് പറയുന്ന ഒരൊറ്റ ജോലിയേ ഉള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരെ വിളിച്ച് സംസാരിക്കൂ. ഈ സംസാരിക്കുമ്പോൾ ചിലർ നല്ലപോലെ ഡെവലപ്പ് ചെയ്ത ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, അവർ എത്ര ആളെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞാനൊരു ദിവസം 5 പേരെ വിളിച്ചു, ചിലർ 10 പേരെ വിളിച്ചു, ചിലർ 15 പേരെ വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ദിവസവും 15 പേരെ വിളിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. വല്ല അവധി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ വിളിച്ചിട്ടുള്ളത് അവര്. അപ്പോ നിങ്ങൾ ടീച്ചർ ആയതുകൊണ്ട് ജോലി സമയം കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. ഏതായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ബേസ് ഉണ്ടല്ലോ. ഓക്കെ, യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് യുവർ ബേസ്. അപ്പോ ജോയിൻ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടും ഡെവലപ്മെന്റ് വരാത്ത കാരണം നിങ്ങൾ കൂടുതൽ സമയം സംസാരിക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി കണ്ട, സമ്മതിച്ചില്ലേ നിങ്ങള്? നിങ്ങൾ ഈ സമയം മുഴുവനും ഗ്രാമർ പഠിക്കാനാണ് സമയം മുഴുവൻ എടുത്തിട്ടുള്ളത്. ആ സമയം വെറുതെ പാഴായി പോയി എന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ സംസാരിച്ചോളൂ. കൂടുതൽ സംസാരിക്കുമ്പോൾ സംസാരിക്കാനുള്ള കഴിവ് വരും. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രാമർ തെറ്റിപ്പോയാൽ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വില്ലും വുഡും എപ്പോഴാണ് വില്ല് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് വുഡ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ വില്ലും വുഡും മാത്രമായിട്ട് പഠിക്കാൻ പറ്റും. യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. വെറുതെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് യൂസേജസ് ഓഫ് വിൽ ആൻഡ് വുഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ വെറുതെ വിൽ ആൻഡ് വുഡ് എന്ന് ടൈപ്പ് ചെയ്താൽ അതിനെക്കുറിച്ച് മാത്രം ക്ലാസ്സുകൾ യൂട്യൂബിൽ നിന്ന് കിട്ടും. അത് മാത്രം കാണുക. അല്ലാതെ എല്ലാ ദിവസവും എല്ലാ ഗ്രാമറും കണ്ടുകൊണ്ടിരുന്നാൽ ആ സമയം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞ് ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്, അയാൾ യൂട്യൂബ് ചാനലിൽ നല്ലതാണ്, നല്ല ഗ്രാമർ അയാൾ പഠിപ്പിക്കുന്നത്, ഇംഗ്ലീഷ് ഗ്രാമർ മൊത്തം പഠിപ്പിക്കും. അയാളുടെ ചില യൂട്യൂബ് വീഡിയോസ് 3 മണിക്കൂർ നീളമുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്.
എന്നിട്ട് ആ മാഡം ഈ ജസ്റ്റിൻ തോമസിന്റെ 70 വീഡിയോ കണ്ടു എന്നാ പറയുന്നത്. 70 വീഡിയോ കണ്ടിട്ടും ആ മാഡത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വന്നിട്ടില്ല. കാരണം മാഡം സംസാരിക്കുന്നില്ല. ഈ ജസ്റ്റിൻ തോമസിന്റെ 70 വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആ ജസ്റ്റിൻ തോമസിന്റെ 70 വീഡിയോ ഇനി കാണല്ലേ എന്ന് പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ആ സമയം പോലും 70 വീഡിയോ കാണുന്ന സമയത്തിന്റെ പകുതി സമയമെങ്കിലും നിങ്ങൾ സംസാരിച്ചു നോക്കൂ. അങ്ങനെ സംസാരിച്ചപ്പോൾ ഭയങ്കര അതിശയം പോലെ അവർക്ക് സംസാരിക്കാനുള്ള കഴിവ് വന്നു. അതാണ്, നിങ്ങൾ ജസ്റ്റിൻ തോമസിന്റെ വീഡിയോ കാണരുത് എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാമർ ഭാഗം അറിയണമെങ്കിൽ ജസ്റ്റിൻ തോമസിന്റെ വീഡിയോ കണ്ടോളൂ, അതിൽ നിന്ന് അത് മനസ്സിലാക്കിയെടുക്കാം. അല്ലാതെ അത് മാത്രം കണ്ടുകൊണ്ടിരിക്കല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് സംസാരിച്ചാലേ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും സംസാരിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. സാറിന്റെ ഈ ക്ലാസ് എല്ലാവർക്കും എത്ര പേർക്ക് ഉപകാരം ഉണ്ടെന്ന് അറിയാമോ സാറ്? ഞാനത് വെറുതെ പറയണല്ല, എല്ലാരും. അപ്പൊ ഇങ്ങനെ ഒരു ആളില്ലായിരുന്നെങ്കിൽ വിചാരിക്കുക ഇപ്പൊ പറയുക, ബിക്കോസ് ഓഫ് ജോസ് മോഹൻ സാർ. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തില് ഇല്ലായിരുന്നെങ്കിൽ, കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സാറിനെ കണ്ടുമുട്ടുമായിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പോട് ആർക്കും എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ശരിയാ മാഡം. സത്യം പറഞ്ഞാൽ ഈ കോവിഡ് വന്നിട്ട് ഞാൻ 1 മാസം വെറുതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, റോഡെല്ലാം അടച്ചു കെട്ടി വെച്ചിരിക്കുകയല്ലേ. ആ സമയത്ത് മുറിയിൽ വെറുതെ മുറിക്കകത്ത് ഇരിക്കുമ്പോൾ ഞാൻ സെർച്ച് ചെയ്തതാണ് ഇങ്ങനെ. അതിനു മുൻപ് ഇവിടെ എറണാകുളത്ത് ഞങ്ങളൊരു ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നു, ഒരു ക്ലാസ് റൂമിൽ. ആ ക്ലാസ്സിൽ 10-15 പേര് വരും, അവർ പ്രാക്ടീസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ കോവിഡ് വന്നപ്പോൾ പോലീസുകാർ ട്യൂട്ടോറിയലും സ്കൂളൊക്കെ അടച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ ക്ലാസ്സും പൂട്ടിക്കളഞ്ഞു പോലീസുകാർ വന്നിട്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി വെറുതെ ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ യൂട്യൂബല്ല വാട്സപ്പിൽ ഗ്രൂപ്പ് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഇതേപോലെ ഒരു ഗ്രൂപ്പ് കിട്ടി. ആ ഗ്രൂപ്പിൽ ഞാൻ ചേർന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങാന്ന് പറഞ്ഞ് ഗ്രൂപ്പ് തുടങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ശരിയാ കേട്ടോ, കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ ഗ്രൂപ്പ് തുടങ്ങൂലായിരുന്നു. അതെ, കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ജോസ് മോഹൻ സാർ എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് കാണാൻ കിട്ടില്ലായിരുന്നു. ഇതുപോലൊരു എല്ലാവർക്കും ഉപകാരവും കിട്ടില്ലായിരുന്നു. ഇപ്പൊ എത്ര പേരെ ഇംഗ്ലീഷ് പഠിച്ചേക്കണെന്ന് അറിയാവോ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പം ഭൂരിപക്ഷം ആൾക്കാരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായി. നേരത്തെ നമ്മൾ മലയാളികളായിരുന്നു, ഫുൾ മലയാളി എന്ന് പറഞ്ഞ മലയാളികളായിരുന്നു. ഇപ്പൊ പുറത്തു പോകാനും നമുക്ക് ഒരു പേടിയില്ല. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ നമുക്കിപ്പം അറിയാം, ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലേ? അത് മേഡം, നമ്മൾ സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതാനും എളുപ്പം കിട്ടും. എങ്ങനെയാണെന്നറിയോ? സംസാരിക്കാൻ അറിയാലോ നമുക്ക്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എഴുതണമെങ്കിൽ, ഉദാഹരണത്തിന് ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് എനിക്ക് എൻ്റെ ആധാരത്തിൻ്റെ ഒരു കോപ്പി വേണം എന്ന് മലയാളത്തിൽ പറയണ പോലെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമല്ലോ നമുക്ക്. അതങ്ങോട്ട് പറഞ്ഞ് എഴുതിയാൽ മതിയല്ലോ, ആപ്ലിക്കേഷൻ എഴുതാൻ എളുപ്പമായി. അപ്പൊ സംസാരിക്കാൻ പഠിച്ചാൽ മതി, എഴുതാനും എളുപ്പമാവും. പിന്നെ ഇപ്പൊ വേറെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ നമുക്കിനി കൈകൊണ്ട് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ആ ഗൂഗിളിന്റെ കീബോർഡ് ഉണ്ട്, ഗൂഗിൾ കീബോർഡ് എടുക്കുക, എന്നിട്ട് മൊബൈലിൽ വാട്സാപ്പിലായാലും എന്തിലായാലും ഗൂഗിൾ കീബോർഡിൽ നമ്മൾ വായോണ്ട് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും അത് ടൈപ്പ് ചെയ്തോളൂ, നമ്മൾ കൈകൊണ്ട് എഴുതണ്ട. മനസ്സിലായോ? അത് നിങ്ങൾ ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? അതൊക്കെ നോക്കുക. നിങ്ങൾ ഗൂഗിളിന്റെ ഒരു കീബോർഡ് കിട്ടും, അതിന് ജി ബോർഡ് എന്നാണ് പേര്. അത് ഡൗൺലോഡ്, കീബോർഡ് അല്ല, ജി, ഗൂഗിളിന്റെ ജി ആണ് സ്റ്റാർട്ടിങ്ങിൽ, ജി ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ജി, ക്യാപിറ്റൽ ജി, പിന്നെ ബോർഡ്, BOARD, ബോർഡ്. അല്ലെങ്കിൽ ഗൂഗിൾ കീബോർഡ് എന്ന് അടിച്ചാലും കിട്ടും, ഗൂഗിൾ കീബോർഡ്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാവുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളോ സ്കൂളിലുള്ള ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും അത് ചെയ്യാനായിട്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി കൈകൊണ്ട് എഴുതേണ്ട ആവശ്യം വരില്ല. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും പറഞ്ഞു കൊടുത്താൽ മതി, അപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് വരും. നമ്മൾ ഇതിനൊന്നും മെനക്കെടുത്തില്ല. ഈ ആകെ കുറച്ച് സമയം കിട്ടുന്ന, ഈ രാത്രി കുറച്ച് സമയം കിട്ടും. ഇപ്പൊ നേരത്തെ ഇരുട്ടാവൂലോ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജോലിയും കൂടെ കഴിഞ്ഞിട്ട് വേണമല്ലോ, അപ്പത്തേക്കും നമ്മൾ ടയേർഡ് ആവും. അപ്പത്തേക്ക് ഈ സാധനം കൂടെ നോക്കി ഇത് എന്തായാലും പഠിക്കണം എന്നുള്ള ചിന്തയിലാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് യൂട്യൂബ് ചാനൽ കാണുന്നത്.
അപ്പൊ ഫസ്റ്റില് അന്ന് ഞാൻ വിളിച്ചപ്പോ ഞാൻ സാറിന് എനിക്ക് എന്നെ അറിയായിരിക്കും, ജോസ്മോ നമ്മുടെ സുഗന്ധി മാം ടീച്ചർ തന്നെ ആഡ് അറിയാം. നിങ്ങൾ സുഗന്ധി മാഡത്തിന്റെ ക്ലാസ്സിൽ ചേർന്നാണ്, പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല, നിർത്തി കളഞ്ഞു. അതാണ് പറ്റിയത്. ടീച്ചർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ പറയാൻ കിട്ടണ്ടേ? നമുക്ക് ക്ലാസ്സിലാണെങ്കിലും ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തല്ലേ നമ്മള് ഡെവലപ്പ് ആവുള്ളൂ. അതിപ്പോ സുഗന്ധി മാഡം കുറെ നാള് വന്നില്ല, അവർക്ക് ജോലി കിട്ടിയിട്ട് പോയി. പിന്നെ ആ ജോലി ഇല്ലാതായി. ഇപ്പൊ സുഗന്ധി മാഡം രണ്ടാമത് വന്നിട്ടുണ്ടല്ലോ, തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ, സുഗന്ധി മാഡത്തിന്റെ ക്ലാസ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ല ക്ലാസ്സാണ് സുഗന്ധി മാഡത്തിന്റെ. ടീച്ചർ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ അവരെ വിളിച്ചതാണ്, രണ്ടാമത് തുടങ്ങാൻ വേണ്ടി വിളിച്ചു. ഈ കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൽ ഞാൻ ആഡ് ചെയ്ത് തരാം. ആയിക്കോട്ടെ. ഓക്കെ.